ഈസ്റ്റർ ദിനത്തിൽ പൊതുപരിപാടികൾ ഒഴിവാക്കി ക്രൈസ്തവ ദേവാലയങ്ങൾ സന്ദർശിക്കുന്ന തിരക്കിലാണ് മധ്യമേഖലയിലെ സ്ഥാനാർത്ഥികളെല്ലാം. ദേവാലയങ്ങളിൽ നടന്ന തിരുകർമ്മങ്ങളിൽ സ്ഥാനാർത്ഥികൾ പങ്കെടുത്തു. പൊതുപരിപാടികൾ ഇല്ലെങ്കിലും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കണ്ട് പിന്തുണ ഉറപ്പിക്കുന്ന തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥികളെല്ലാം. ഈസ്റ്റർ ദിനാചരണത്തിന്റെ ഭാഗമായി ക്രൈസ്തവ ദേവാലയങ്ങളിൽ നടക്കുന്ന തിരുകർമ്മങ്ങളിൽ സ്ഥാനാർത്ഥികൾ പങ്കെടുത്തു. ഈസ്റ്റർ ദിനത്തിൽ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ LDF, UDF സ്ഥാനാർത്ഥികൾക്ക് ഇന്ന് പൊതുപരിപാടികളൊന്നുമില്ല. സുഹൃത്തുക്കളെയും അടുത്ത ബന്ധുക്കളെയും കണ്ട് പിന്തുണ ഉറപ്പിക്കുന്ന തിരക്കിലാണ് ഇരു സ്ഥാനാർത്ഥികളും. കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ നിന്നാണ് ചാലക്കുടി ഇടതു സ്ഥാനാർത്ഥി പ്രൊഫസർ C. രവീന്ദ്രനാഥ് പര്യടനം ആരംഭിച്ചത്. മതിലകം പ്രദേശങ്ങളിൽ സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിച്ചു. ഉച്ചയ്ക്ക് ശേഷം ചാലക്കുടി നിയോജക മണ്ഡലത്തിലും സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിക്കും. ഈസ്റ്റർ ആയതിനാൽ UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ ഇന്ന് പൊതുപരിപാടികളില്ല. ഗുരുവായൂർ നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ചാണ് തൃശൂർ ഇടതു സ്ഥാനാർത്ഥി VS സുനിൽകുമാർ ഇന്ന് പ്രചരണം ആരംഭിച്ചത്. തൃശൂർ നഗരത്തിലാണ് UDF സ്ഥാനാർത്ഥി K. മുരളീധരന്റെ ഇന്നത്തെ പര്യടനം. ഒല്ലൂർ, ഇരിങ്ങാലക്കുട പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ ഇന്നത്തെ പ്രചരണം. മാവേലിക്കര, ചെങ്ങന്നൂർ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് മാവേലിക്കര ലോക്സഭാ മണ്ഡലം ഇടതു സ്ഥാനാർത്ഥി CA അരുൺകുമാർ ഇന്ന് പ്രചരണം നടത്തുന്നത്. കൊട്ടാരക്കര, പത്തനാപുരം കേന്ദ്രീകരിച്ചാണ് UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന്റെ ഇന്നത്തെ പര്യടനം. ആലപ്പുഴ ലോക്സഭാ മണ്ഡലം ഇടതു സ്ഥാനാർത്ഥി AM ആരിഫ് വിവിധ പ്രദേശങ്ങളിലെത്തി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കും. UDF സ്ഥാനാർത്ഥി KC വേണുഗോപാൽ ഇന്ത്യ മുന്നണിയുടെ റാലിയിൽ പങ്കെടുക്കുവാൻ ഡൽഹിയിൽ പോയതിനാൽ ഇന്ന് സ്ഥാനാർത്ഥിയുടെ പ്രചരണം ഉണ്ടാകില്ല. ചാവറ കൾച്ചറൽ സെന്ററിൽ നടത്തിയ സ്നേഹസംഘവും ഉയർപ്പു പ്രാതലും എന്ന പരിപാടിയിൽ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ 3 സ്ഥാനാർത്ഥികളും പങ്കെടുത്തു. MK സാനു, KV തോമസ്, CS സുജാത തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ഈസ്റ്റർ ദിനമായതിനാൽ കോട്ടയം ലോക്സഭാ മണ്ഡലം LDF, UDF സ്ഥാനാർത്ഥികൾക്ക് ഇന്ന് പൊതുപരിപാടികളില്ല. കൈരളി ന്യൂസ്, കൊച്ചി.